കേരള സ്റ്റോറിക്ക് തിയേറ്ററുകളിൽ തണുപ്പൻ പ്രതികരണം. കേരളത്തെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന കേരള സ്റ്റോറി 2 എന്ന സിനിമയ്ക്ക് കേരളത്തിലെ റിലീസ് ചെയ്ത മുഴുവൻ തിയേറ്ററുകളിലും തണുപ്പൻ പ്രതികരണമാണ്. തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും മറ്റ് പ്രമുഖ നഗരങ്ങളിലെയും തിയേറ്ററുകളിൽ 2-3 പേർ മാത്രമാണ് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ചില തിയേറ്ററുകളിൽ ആളില്ലാത്തതിനാൽ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് തിയേറ്റർ ഉടമകൾ ബുക്ക് ചെയ്തവരെ അറിയിക്കുകയും ചെയ്തു. കേരളത്തെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന കേരള സ്റ്റോറി 2 എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയ കോടതി വിധി ദൗർഭാഗ്യകരമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഇന്നലെ നാടകീയമായ പല രംഗങ്ങൾക്കും ശേഷമാണ് ഹൈക്കോടതിയിൽ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതി ലഭ്യമാക്കിയത്. സിംഗിൾ ബെഞ്ച് പ്രദർശന അനുമതി തടഞ്ഞ സിനിമ രാത്രി തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുമതിയോടെയാണ് ഇന്ന് പ്രദർശനത്തിന് എത്തിയത്. ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്ന രംഗം സിനിമയുടെ ട്രെയിലറിലുണ്ട്. ഇത്തരം ഒരു സംഭവം കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് MA ബേബി പറഞ്ഞു. ജനങ്ങൾ സൗഹൃദത്തോടെ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. വർഗീയ കലാപങ്ങളില്ലാത്ത സ്ഥലമാണ്. ഇതൊന്നും സംഘപരിവാർ ശക്തികൾക്ക് ദഹിക്കുന്നില്ല. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും മോശമായി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് സിനിമയിൽ നടക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് വോട്ട് തട്ടാനുള്ള സംഘപരിവാർ ശക്തികളുടെ ആസൂത്രിത ശ്രമമാണ് ഈ സിനിമയ്ക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പൊതുവെ സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും കേരള സ്റ്റോറി അത്തരത്തിലുള്ള ഒരു സിനിമയല്ലെന്നും ഈ സിനിമയിൽ കലയുടെ ഒരംശം പോലും കാണാനില്ലെന്നും ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാർ ശക്തികളുടെ വ്യാജ സൃഷ്ടിയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നതാകരുതെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ഇത്തരം സിനിമകളെ കേരള ജനത തള്ളിക്കളയുമെന്നും കേരളത്തിൻ്റെ പരമ്പരാഗതമായ സാംസ്കാരിക മൂല്യം കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വളരാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.